ഹലോ, ഗുഡ് മോർണിംഗ്. ദാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപ് എന്ന സീരിയലിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ 10/6/26 കഥയാണ്. അപ്പോൾ നമ്മളുടെ അലീന നേരം വെളുക്കുമ്പോൾ ബാലേന്ദ്രൻ താഴത്തോട്ടൊന്നും പോയിട്ടില്ല, ആൾ റൂമിൽ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരനുള്ള ചായയും പത്രമൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറി വരികയാണ്. അപ്പോൾ വന്ന് കുറച്ച് നേരം വാതിൽ മുട്ടുന്നുണ്ട്. വാതിൽ മുട്ടി കഴിയുമ്പോഴാണ് അയാൾ വന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ നോക്കുക സംശയത്തോട് കൂടി. എന്താ അച്ഛൻ കിടക്കരുന്നു, എന്താ വയ്യേ എന്നൊക്കെ ചോദിക്കുന്നത്. താഴത്തൊന്നും കണ്ടില്ല, ചായ കുടിക്കാനോ പത്രം നോക്കാനോ ഒന്നും കണ്ടില്ല, അതാ ഞാനിതെടുത്ത് ഇങ്ങോട്ട് വന്നേന്ന് പറയും. അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. പറയാം, ഞാൻ കുറച്ച് നേരം കിടക്കായിരുന്നു, ഇപ്പോൾ ഉണർന്നതേ ഉള്ളൂ. വയ്ക്കുമ്പോൾ അല്ല, ഉണർന്നിട്ട് കുറച്ച് നേരമൊക്കെ ആയി, കാരണം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ കിടന്നതാ എന്ന് പറയുകയാണേ. എന്നിട്ട് അവളെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇവളിങ്ങനെ കക്ഷത്താണ് പത്രം വെച്ചിരിക്കുന്നത്, കയ്യിൽ ട്രയൽ ചായയുണ്ട്. അപ്പോൾ ആ പത്രം എടുക്കുകയാണ്, എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ അച്ഛനെന്താ ഒന്നും പറയാത്തതെന്ന് നോക്കിയപ്പോൾ ഒന്നും എടുത്തില്ല. അപ്പോൾ പുള്ളി ഈ പത്രം നോക്കിയിട്ട് ഉറക്കെ വായിക്കുന്ന ന്യൂസുകൾ വായിക്കുകയാണ്. അപ്പോൾ അവൾ തട്ടിപ്പറിച്ച് മേടിക്കുകയാണ് പത്രം. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു കേട്ടില്ല, അച്ഛൻ എന്താ ഒന്നും പറയാത്തറിയാം. ഞാനെന്ത് പറയാൻ, പറയേണ്ടതൊക്കെ നീ പറഞ്ഞില്ലേ എന്ന് പറയും. ഞാൻ സ്ഥാപിച്ച് വെച്ചിരുന്ന ഒരു കാര്യം നീ ഇന്നലെ പൊളിച്ചടുക്കിയില്ലേ എൻ്റെ മക്കളുടെ മുന്നിൽ. ഞാൻ ആരായിപ്പോൾ, ഞാൻ നുണയനും കള്ളനും ചതിയനൊക്കെ ആയിപ്പോയില്ലേ എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ എന്താ ഈ പറയണേക്ക്. പിന്നെ ബബിത ഇന്നലെ വന്ന് എന്നോടത് ചോദിച്ചപ്പോൾ എനിക്കൊരു മറുപടി പറയാണ്ടായില്ല. നീ ആരോട് ചോദിച്ചിട്ടാണ് അവരോടൊക്കെ ഞാൻ നിൻ്റെ അച്ഛനല്ല എന്ന് നീ എന്തിനാ പറഞ്ഞേ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ അതിന് ആരോടും പറഞ്ഞില്ല, രോഹിത്തിനോടാണ് പറഞ്ഞത്. അപ്പോൾ രോഹിത്താണ് ബബിതയോട് പറഞ്ഞേ എന്ന് പറയാണ്. അപ്പോൾ പറയും, അതുകൊണ്ട് തന്നെയാണ് നീ എന്തിനു പറഞ്ഞു, എന്ത് കാര്യത്തിനാണത് പറഞ്ഞത്. ഇപ്പോൾ അവരുടെ മുന്നിൽ ഞാൻ ആരായി, ഞാൻ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറും തറയയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ കുറേ പറയാണ് കേട്ടോ അലീനോട്. അപ്പോൾ പറയും, അച്ഛൻ ഇത്രയും കാലം എനിക്ക് വേണ്ടി ഈ ഒരു വിഴുപ്പുകെട്ട് തന്നെയല്ലേ അലക്കിയിരുന്നത്. അപ്പോൾ അച്ഛൻ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സായി നട്ടെല്ലാം നിവർത്തി നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ് അച്ഛൻ, അല്ലാണ്ട് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നറിയും. അപ്പോൾ ഞാൻ നിനക്ക് ആരും അല്ല, ഇത്രയും കാലം നീ എൻ്റെ മകളായിരുന്നു, അതുകൊണ്ട് നീയായിരുന്നു എന്നെ താങ്ങി നിർത്തിയിരുന്നേ. അപ്പോൾ അത് ഞാൻ നിൻ്റെ ആരും അല്ല എന്ന് പറഞ്ഞതോടുകൂടി അതെല്ലാം കഴിഞ്ഞില്ലേ എന്ന് പറയും. അതെങ്ങനെ അത് കഴിഞ്ഞ്, ഞാൻ അച്ഛനെയല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ വിളിക്കുന്ന അച്ഛനല്ലേ. ആ ഒരു സംഭവം എനിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാക്കിയതെന്ന് അറിയുമോ എന്ന് പറയും. പിന്നെ ഞാനിവിടുന്ന് പോയാൽ തന്നെ വൈജ മേഡം ഇങ്ങോട്ട് വരുള്ളൂ പറയും. വന്നിട്ടെന്താണ്, ഈ വീട് പിന്നെയും പഴയ മാതിരി താറുമാറായി പോവില്ലേ. ഇപ്പം തന്നെ ഞാൻ നിൻ്റെ അച്ഛനല്ല എന്നുള്ളത് അറിഞ്ഞത് തന്നെ ആകെ കുട്ടികളൊക്കെ വല്ലാതെ ആയിരിക്കുകയാണ്. അവരുടെ മുന്നിൽ വീണ്ടും ഞാൻ ഏറ്റവും മോശക്കാരനായില്ലേ എന്നറിയും. അപ്പോൾ അച്ഛൻ ഗൾഫിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ട്രേറ്റ് വിവാഹത്തിന് മുന്നേ ജീവിച്ച അതിലൊരു കുഞ്ഞുണ്ടായി. 22 വർഷം കഴിഞ്ഞ് ആ കുഞ്ഞിനെ കൊടുന്ന് സ്വന്തം